ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ചൂടുകാലത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂദയാണ് കേട്ടോ. ഫലൂദ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലല്ല, കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ള രുചിയിൽ നല്ല വീട്ടിലുള്ള ഇളനീരൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടുള്ള മെയിൻ ചേരുവയായിട്ടുള്ള ഇളനീരാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പൾപ്പ് അത് മാത്രമായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ജ്യൂസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ പഞ്ചസാര എടുക്കുക കേട്ടോ. പിന്നെ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതൊരു ഏകദേശം ഒരു 1/2 കപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 1-1/4 കപ്പ് മാക്സിമം, അതിൽ കൂടുതൽ വേണ്ട, അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ജ്യൂസിൻ്റെ മിക്സിലേക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വാനിലയാണ് എടുത്തിട്ടുള്ളത്. അതല്ല ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം തന്നെ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു 1-2 സ്കൂപ്പൊക്കെ മതി കേട്ടോ, ഒരുപാട് കൂടുതലൊന്നും വേണ്ട. എപ്പോഴും നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോകരുത്, കൂടുതൽ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൂടുതൽ ലൂസാവരുത്. ഈ ഒരു കട്ടിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അതാ ഈ ഒരു മിക്സ്. ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്കും ടേസ്റ്റിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാകും. അപ്പോൾ ഒരു ടെൻഡർ കോക്കനട്ട് മിക്സിങ് ഇത്രയാണ് വരുന്നത്. ആദ്യത്തെ സ്റ്റേജ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണേ. ഇനി അടുത്ത് നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സേമിയ വേണം. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് സേമിയ വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച് ജസ്റ്റ് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. ഇതിലേക്കൊരു കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് മിക്സ് ആക്കുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ വേവിക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്താലും മതി. അപ്പം ഇത് കളർ വ്യത്യാസത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കളറിൽ ആക്കിയെടുക്കാം കേട്ടോ. ഒരു ഇത്തിരി ഗ്രീൻ കളറോ പിങ്ക് കളറൊക്കെ ആക്കി കൊടുത്തിട്ട് അത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ സേമിയയുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇതും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് ഇതിലേക്ക് നമുക്ക് നല്ല തണുത്തിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മുറിച്ചെടുക്കുക. ചെറുതായിട്ട് കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ചിട്ട് മതി. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. സാധാരണ നമ്മൾ ഫലൂദയ്ക്ക് എടുക്കുന്ന അത്ര ഫ്രൂട്ട്സ് വേണ്ട കേട്ടോ, കാരണം ആ ഒരു ഇളനീരിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിന്നോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എക്സ്ട്രാ കുറച്ച് നമ്മുടെ ബ്ലാക്ക് കസ്കസ് വെള്ളത്തിൽ കുതിർത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കുറച്ച് ബദാം അല്ലെങ്കിൽ കാഷ്യൂ, കുറച്ച് കപ്പലണ്ടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇളനീരുണ്ടല്ലോ, അത് ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതും മുറിച്ചെടുത്ത് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ആദ്യം ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. കസ്കസ് നമ്മൾ എപ്പോഴും 1-2 ടീസ്പൂൺ എടുത്തിട്ട് 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്താൽ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ച് കളറിൽ വീട്ടിലാക്കുന്ന സമയത്ത് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു ഭംഗിക്ക് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ നല്ല റെഡിയാക്കിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫ്രൂട്ട്സ് ഒരുപാട് വേണ്ട. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇളനീർ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കപ്പലണ്ടി അല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കാഷ്യൂ ഉണക്കമുന്തിരി ഏതായാലും മതിയാകും കുറച്ച്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇളനീരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ല തണുത്തിരിക്കുന്ന കൂട്ടായിരിക്കും കേട്ടോ. ആ തണുപ്പ് എന്തായാലും വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഒരു ഗ്ലാസിൻ്റെ ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. മിക്സാക്കി കഴിക്കുമ്പോൾ അപ്പോഴായിരിക്കുമല്ലോ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കസ്കസ്, അതുപോലെ തന്നെ നമ്മൾ സേമിയ, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തതുപോലെ തന്നെ അങ്ങ് സെറ്റ് ചെയ്താൽ മതിയാകും. ഇതിൻ്റെ മേലെ കൂടെ ഞാൻ ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഓൾറെഡി മധുരം ഉണ്ടാവും. പിന്നെ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇളനീർ ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ആ ഒരു ജ്യൂസിൻ്റെ മിക്സ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഐസ്ക്രീമൊക്കെ ഇടാനുള്ള കുറച്ച് സ്ഥലം ബാക്കി വെക്കണേ. ഇനിയിപ്പോൾ ഐസ്ക്രീം മേലെ ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കേട്ടോ ഫൈനൽ ലുക്ക് ഉണ്ടാവുക. ഇത് നല്ലോണം മിക്സാക്കി കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പക്ഷേ ഫലൂദ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ഇതോടെ മേലെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ കുറച്ച് സേമിയോ അതുപോലെ തന്നെ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഇളനീരിൻ്റെ പീസുകളും കാര്യങ്ങളൊക്കെ കൂടെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ സാധാരണ നമ്മൾ ഫലൂദ ഉണ്ടാക്കുന്ന സമയത്തുള്ള ആ ഒരു റോസ് സിറപ്പ് അല്ലെങ്കിൽ ജെല്ലി കാര്യങ്ങളൊന്നും ഇതിലേക്ക് കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം ആ ഒരു ഇളനീരിൻ്റെ ടേസ്റ്റ് മുൻപിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഇത്തിരി സ്ട്രോബെറി ക്രഷ് ആക്കിയിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതുപോലെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക, കഴിക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ശരിക്കും നല്ല ഒരു ഇളനീരിൻ്റെ ഒരു നല്ല തണുപ്പുള്ള കൂട്ടും അതുപോലെ തന്നെ ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം കൂടെ മിക്സാക്കി ആ ഒരു ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ടും എല്ലാം കൂടെ മിക്സാക്കി കഴിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇളനീർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ മറക്കരുത്. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്